ഹലോ ഡേരെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് മക്കൾക്കൊക്കെ പനി പിടിച്ചിട്ട് എല്ലാവരും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ഞാൻ എടുത്തു തന്നില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ട് പുറത്ത് പോയി വരുമ്പോൾ നമ്മൾ പോകുമ്പോൾ കണ്ടിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പൊട്ടുവളരി കേട്ടോ. കൊടുങ്ങല്ലൂർ പൊട്ടുവളരി GI ടാഗ് കിട്ടിയുള്ള ഐറ്റാണ്. 2022-2023 GI ടാഗ് കിട്ടിയിട്ടുള്ള ഐറ്റാട്ടോ ഈ സാധനത്. എന്താണ് കൊടുങ്ങല്ലൂർ പൊട്ടുവളരി. അപ്പോൾ ഇത് എന്തിനാ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഷമാമൊക്കെ ഇല്ലേ, ഷമാമിൻ്റെ ഫാമിലി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവറും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാളെ തൊട്ട് നോമ്പ് തുടങ്ങണ കാരണം ഇത് നമുക്ക് നല്ലൊരു ചോയ്സ് ആട്ടോ. നാട്ടിൽ നല്ല ചൂടൊക്കെ തന്നെയാണ് കേട്ടോ. നാട്ടിൽ ചൂടില്ലായിരിക്കുന്നില്ല, അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ആയി. ഇപ്രാവശ്യം നേരത്തെ ഇങ്ങനെ നോമ്പൊന്നായിട്ട് കരുന്നില്ല, ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത്ര അങ്ങോട്ട് കഠിനമല്ല ചൂടെന്ന് പറയാം. പക്ഷേ പോകെ കുറച്ച് ദിവസം കൂടി ചൂട് കൂടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നല്ലപോലെ കഴുകിയിട്ട് അത് പൊട്ടിയിട്ടില്ല കേട്ടോ. അത് പൊട്ടുമ്പോഴാണ് ഒന്നും കൂടി പഴുപ്പാവുക. തന്നെ പൊട്ടുവിട്ടത് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ല നിങ്ങൾ തന്നെ പൊട്ടിയിരിക്കുന്നത്. അങ്ങനത് ഞാൻ വീട്ടിൽ കൊടുന്ന് ഇങ്ങനെ പൊളിപ്പിച്ചു കേട്ടോ. നിങ്ങൾക്കിത് കാണിച്ചാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ ക്രീം പോലെ ആട്ടോ. കണ്ടോ, ഇത്രയും നല്ല തരിതരിയുള്ളതാണ്. ആ ഷമാമൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ജ്യൂസിൻ്റെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചിലർ കുരു ഇടില്ല കേട്ടോ, ചിലർ കുരു കളയും. ഞാൻ പക്ഷേ കുരുവൊന്നും കളയില്ല കേട്ടോ. ശരിക്കും കുരുവൊക്കെ എടുക്കും. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ ചിലർക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ടല്ലോ കേട്ടോ. അമ്മ ഇവിടെ കഴിക്കുകയേ ചെയ്യാറുള്ളൂ. ഞാനത് ജ്യൂസ് അടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞ് എനിക്ക് ഊണ് കഴിച്ചാൽ മതി. കാരണം 1 മണി 1:30 ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് ചോറിനാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ തന്നെ ഇത് കഴിക്കാമെന്നുള്ളൊരു എയിമായി ഇനിയിപ്പം. അപ്പോൾ ഇത് ഞാൻ ആക്രാന്തം കൊണ്ട് വലിച്ചിട്ട് അപ്പോൾ ഇത് ആകെ അതിൻ്റെ സ്കിന്നൊക്കെ പോകുന്നുണ്ട്. സ്കിന്ന് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് അടിക്കുമ്പോൾ അത് പോകുന്നുള്ളൂ കേട്ടോ. കറക്റ്റൊക്കെ മിക്സ് ആകും. പക്ഷെ എന്നാലും നമുക്ക് കളയേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, അതിനോടൊരു നീതി പുലർത്തണമല്ലോ നമ്മൾ. അങ്ങനെ അത് കുറച്ചൊക്കെ ഞാൻ കീറിയെടുത്തു. പിന്നെ തന്നെ ഐസും കട്ട ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ സൂക്ഷിക്കുന്നത്. കാരണം ഉണ്ണിയോട് ഐസും കട്ടയൊക്കെ എടുത്തു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അവർ ചിലതിലെന്തോ ഞാൻ വേറെ എന്തോ ആക്കി വെച്ചേക്കാന്ന് വെച്ചിട്ടാണ് അവർ ഈ പാത്രം തൊടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ അതേ കുഞ്ഞി അമ്മിക്കുട്ടി കൊണ്ടിട്ട് കൊട്ടിടും. പിന്നെ ഇതിനൊരു ഇത്തിരി അളവൊന്നുമില്ല, അങ്ങോട്ട് എടുത്തിടുകയാണ്. ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ അടിച്ച് കുടിക്കുന്നിട്ടാം. അപ്പോൾ ഇതിങ്ങനെയാണ് യൂസ്. 2-3 ഐസും കട്ടയൊക്കെ വീണു. അപ്പോൾ നല്ല ചൂടത്ത് കയറി വന്ന കാരണം അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോൾ ഒരു ഐസും കട്ട വായിൽ കയറിയിരുന്നു. അമ്മയുടെ വിശപ്പം പറഞ്ഞ് എനിക്ക് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു, ചോറ് മതി തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ചോറ് കഴിഞ്ഞതിന് മുന്നേ 2 ഗ്ലാസ് ഞാൻ തന്നെ കുടിച്ച് സെറ്റായിട്ട്. അപ്പോൾ അതാണ് വിശേഷം. താങ്ക് യു.